നമ്മളോടാണെങ്കിൽ കുറെ ദിവസമായി ഈ ഒരു വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറയണേ. സമയമില്ലാന്ന് ഞാൻ വേറെ പലതും ചെയ്യാൻ പോയിട്ട് എന്റെ വീടിന്റെ കാര്യം മറന്നുപോയി. അതാണ് നമ്മൾ ഈ ഒരു വീട് ഇങ്ങനെ കിടക്കാൻ കാരണം. അപ്പൊ ഇന്ന് എനിക്ക് നല്ലൊരു കിടിലം പോലത്തെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ പരീക്ഷിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഞാൻ കുറെ അധികം പ്രൂസിന്റെ ലോഗൊക്കെ ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കൊന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാ വില്ലേജും അടിച്ച് പൊളിച്ച് കളയണം. അതിനോടൊപ്പം ഈ കാണുന്ന വീടും കൂടി നമുക്ക് പൊളിച്ചെടുക്കണം. ഇവിടെ ടോട്ടൽ ഒരു 5-6 വില്ലേജിന് മുകളിലുണ്ട്, അതായത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുത്തിട്ട് ഇവിടെ വലിയൊരു പ്ലെയിൻസ് ആക്കി എടുക്കണം. ബൈ ദ ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നല്ലേ തോന്നി, അപ്പോ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്. നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബർ ആണ്. ഇപ്പൊ ഏകദേശം 500 സബ്സ്ക്രൈബർ തൊട്ടില്ലാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഉള്ള പേരൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു ഞാൻ പറഞ്ഞിരുന്നു, മറന്നുപോയി. ഈ ചെറിയ തലയിൽ കുറെ കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്, അതുകൊണ്ട് മറന്നു പോയതാണ്. അപ്പൊ നമ്മളെ മീനുകുട്ടി ഇത് ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്ക് അങ്ങ് ചെയ്യാം. കണ്ടോ, 30 ലൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ മീനുകുട്ടി എപ്പോഴും നോക്കും. അതാണ് മീനുകുട്ടിന്റെ പവർ. അപ്പൊ നമ്മൾ ആദ്യത്തെ പരിപാടി നമ്മൾ ആ വീട്ടിന് ചുറ്റുമുള്ള കുറെ അധികം വില്ലേജസിന്റെ വീടൊക്കെ ഇല്ല, അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവൻ നമുക്ക് അയൺ പിക്കൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഇവന്റെ അടുത്ത് നിന്ന് അയൺ പിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം എമറാൾഡ് വേണം. അപ്പോൾ നമ്മളെ കയ്യിലുള്ള എമറാൾഡൊക്കെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് തീർത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആദ്യമില്ലേ നമുക്ക് ഈ ഒരു അയൺ ഇങ്കട്ട് എടുത്തിട്ട് വരാം നമ്മൾ അയൺ ഫാർമെന്ന്. അപ്പൊ നമുക്കാണെങ്കിൽ ഏകദേശം ഇത്രത്തോളം അയൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറെ അങ്ങ് വാരി എടുത്തു. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ കുറെ നേരം AFK ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയതാണ് ഇത്രയാണ്. അതുപോലെ തന്നെ നമ്മൾ അയൺ ഫാർമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വലുതാക്കാനുണ്ട്, എന്നാലേ നമുക്ക് കുറെ അധികം എമറാൾഡ് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം മറുതുപോയി, ഡിസ്കോഡിൽ കയറിയിട്ടില്ല അല്ലേ. ഞാൻ പുതിയതായിട്ട് ഒരു ഡിസ്കോഡ് ചാനലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ കയറി ഡിസ്കോഡിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഞാനാണെങ്കിൽ കുറച്ചു നേരം ട്രേഡ് ചെയ്തിട്ട് ഒരു ഡയമണ്ട് പിക്കും സെറ്റാക്കി, അതുപോലെ തന്നെ ഷവലും സെറ്റാക്കി, പിന്നെ ആക്സും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡയമണ്ട് പിക്കിലാണെങ്കിൽ നമുക്ക് ഫോർച്യൂൺ 1ഉം എഫിഷ്യൻസി 3ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈനിങ് ഒക്കെ ഈസി ആയിട്ട് നടക്കും പെട്ടെന്ന് തന്നെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഓരോ വില്ലേജ് ആയിട്ട് ഇവിടുന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഞാനാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന 2 വില്ലേജും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ മീനുകുട്ടിയും നമ്മളെ പൂച്ചക്കുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ മഴയും വെയിലൊക്കെ കൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വരും. ഇപ്പൊ വേറെ കൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കാണാൻ ഇത്രയും വില്ലേജും കൂടി പൊളിച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെ കുറച്ച് ക്ലിയറും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മളെ വീട് കെട്ടാൻ വേണ്ടി തുടങ്ങാം. അങ്ങനെ ഞാനത് ചെയ്തു. എല്ലാ വില്ലേജറിന്റെ വീടെടുത്ത് കാട്ടിക്കളഞ്ഞു. അയ്യോ, അതിന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു വീടില്ലേ ഇതും കൂടി പൊളിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളതായ രീതിയിലുള്ള വലിയൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഇതും കൂടി ഒന്ന് പൊളിച്ച് കളയട്ടെ. അങ്ങനെ ഞാനിത് ഇവിടെ ഉണ്ടായ വീടും കൂടി കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സൈഡ് മൊത്തത്തിൽ പ്ലെയിൻ ആണ്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന 2 ലെയറിൽ ഡേർട്ട് ഇല്ലേ, ഇത് മൊത്തത്തിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെ ക്ലിയർ ആക്കി ഇത് ഏകദേശം ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കുറെ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്, അതായത് നമ്മളിത് ഈ ഒരു എഡ്ജ് വരെ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. അപ്പൊ നമ്മളെ ഒരു വീടിന് വേണ്ടിയിട്ട് ഇത്രയും സ്പേസ് മതി. അങ്ങനെ ഞാൻ കുറെ സമയത്തിന് ശേഷം ഇവിടെ ഇത്രയും ഏരിയ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മളെ മെഗാ ബേസ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കണം. അതും അത്യാവശ്യം നല്ല രീതിക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് തപ്പി പിടിച്ചിട്ട് ഒരു റെഫറൻസ് അങ്ങ് കണ്ടുപിടിക്കട്ടെ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെഫറൻസ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് ഇവിടെ ബിൽഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ വല്ലതും ആയിപ്പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ഇമേജിൽ നല്ലൊരു വീട് കണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ചെയ്ത് വെക്കാം നമ്മളതായ രീതിക്ക്. അങ്ങനെ എനിക്കത് കിട്ടി. എനിക്ക് നല്ലൊരു വീട്ടിന്റെ റെഫറൻസ് അങ്ങ് കിട്ടി. നമുക്കിനി ഇതിന്റെ കാണുന്ന ബാക്കിലുള്ള സ്ഥലത്ത് ആ ഒരു വീടൊക്കെ പണിഞ്ഞു വെക്കാം. അപ്പൊ അത് പണിയണേക്കാളും മുമ്പ് നമുക്കടങ്ങ് നമ്മളെ കയ്യിലുള്ള ഈ ഒരു പ്രൂസിന്റെ ലോഗ് ഉണ്ടല്ലോ, ഈ ഒരു ലോഗ് വെച്ചിട്ട് ഏകദേശം നമുക്കൊരു പ്ലാൻ വരച്ചു വെക്കണം. എന്നാലേ നമുക്കത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു പ്ലാൻ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. എന്തൊക്കെ എവിടെ വരണം, എങ്ങനെ ആയിരിക്കണം, എവിടെ എന്തൊക്കെ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സംഭവം നമുക്ക് 2ാമത്തെ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ നമ്മളെ മെഗാ ബേസിന്റെ ഒരു ചെറിയ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചതില്ലേ, അതൊരു സ്ട്രക്ചർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ആയിട്ട് നമ്മൾ ആദ്യത്തെ ഡോറ് വരും, അതാണ് മെയിൻ ഡോറ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡും ഒരു ഡോറ് വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അറ്റത്ത് ആ ഭാഗത്തും ഒരു
ഡോറ് വരും. പിന്നെ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും ഗ്ലാസ് ആണ് വരുന്നത്. ഇതേ സെയിം സംഭവമാണ് ഇതിന്റെ ടോപ്പിലും കൂടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്താണെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഇല്ലേ ആദ്യം തന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാം, ഇതിന്റെ ചുമരും കാര്യങ്ങളൊക്കെ. എന്നിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറാം. അതായിരിക്കും ഇച്ചിരിയും കൂടി നല്ലത്. നമുക്കില്ല ആദ്യം തന്നെ ഇത് ഇവിടെ ആയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ എനിക്ക് താഴത്തെ മൊത്തം വർക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനാണെങ്കിലേ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ഡോറ്, അതുപോലെ തന്നെ സെക്കൻഡ് ഡോറ്, തേർഡ് ഡോറ്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഡോറും തേർഡ് ഡോറിന്റെയും ഈ ഒരു ഫ്രണ്ടിലായിട്ട് ചെറിയൊരു തറ വരും ഈ രണ്ട് സൈഡും. എന്നിട്ട് ഇവിടെ ആയിട്ട് സെപ്പറേറ്റ് ഒരു റൂഫും കൂടി വരും. എന്നാൽ ഇത് ഫ്രണ്ട് ഭാഗം കാണാൻ നല്ല രസം ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഈ ഒരു ബാക്ക് സൈഡ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്കത് പതിയെ സെറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം അത്യാവശ്യം ലുക്കാക്കി എടുക്കണം. എന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അതേപോലെ സെയിം രീതിക്ക് നമുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ആ ഒരു തറയും കൂടി ഇവിടെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സൈഡിലുള്ള തറ വരുന്നത്. അതേ സെയിം ഇതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ റൂഫ് വരാനുണ്ട്. ആ റൂഫ് വന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മളെ ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഞാൻ ട്യൂട്ടോറിയലൊന്നും നോക്കിയിട്ട് ചെയ്യുന്നതല്ല, ഒരു റെഫറൻസ് ഇമേജ് കിട്ടി. ഈ ഒരു വീട്ടിന്റെ ഫ്രണ്ട് ഭാഗം എനിക്ക് കിട്ടി. അപ്പൊ അത് എന്റേതായ രീതിയിൽ എന്റേതായ അളവിൽ ഞാൻ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഫ്ലോറിങ്ങും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട് ഇപ്പൊ ഏകദേശം ഇതുപോലെയാണ്. ഇവിടെ പുറത്ത് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ മൊത്തത്തിൽ ബ്ലോക്ക് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള ജനലിന്റെ ഡിസൈനും കൊണ്ടുവരാനുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറും ചെയ്തെടുക്കാനുണ്ട്. സെക്കൻഡ് ഫ്ലോർ ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് കുറച്ച് ജനലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ഏകദേശം ജനൽ സെറ്റ് ചെയ്ത് ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വലിയൊരു ജനൽ തന്നെ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗത്തിനെ നേരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഭാഗം. അപ്പൊ ഇവിടെ അത്യാവശ്യം വലിയൊരു ജനൽ തന്നെ വേണം. ഇപ്പൊ ഈ ഒരു സ്ഥലത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനൽ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള തന്നെ വെളിച്ചം നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ നിലേന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ നില നമ്മൾ മൊത്തത്തിൽ ഈ ഒരു പ്രൂസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് ബിൽഡ് ചെയ്യുന്നത് കാണിച്ചു തരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഓരോ സംഭവം ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു പ്രൂസ് ഒക്കെ ഞാൻ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീടിന്റെ പണി ഏകദേശം 100% ഒരു 70% കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി വരുന്നത് ഇതിന്റെ മുകളിലുള്ള റൂഫിങ്ങും ഇതിന്റെ മുകളിലുള്ള റൂഫിങ്ങും അങ്ങനത്തെ കുറച്ച് ഡിസൈനിങ് വർക്ക് മാത്രമാണ്. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കാണെങ്കിൽ കുറച്ച് ഡീപ് സ്ലേറ്റിന്റെ ആവശ്യമുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ് സ്ലേറ്റിന്റെ സ്റ്റേഴ്സും അതുപോലെ പ്രൂസിന്റെ സ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ റൂഫിങ് കംപ്ലീറ്റ് ആക്കുന്നത്. ഞാൻ ഏകദേശം എന്റേതായ രീതിയിൽ ഒരു റൂഫിങ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ ഈ ഒരു വീട്ടിന്റെ പണി ഇത് ഏകദേശം ഇത്രത്തോളം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനും കുറെ അധികം പണി ഇവിടെ ബാക്കി നിൽക്കുന്നു. രാത്രി ഉറക്കം വന്നിട്ട് വയ്യ. എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കണം, അതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു സൈഡിലത്തെ റൂഫിന്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു സൈഡാണ്. ഇതും കൂടി കംപ്ലീറ്റ് ആക്കിയ റൂഫിന്റെ പരിപാടി മൊത്തം തീരും. അങ്ങനെ ഫൈനലി അതും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ റൂഫ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കുറെ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂഫ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഞാൻ ട്യൂട്ടോറിയലൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഞാൻ ഇങ്ങനത്തെ റൂഫൊന്നും ഇതിനു മുമ്പ് ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തു. ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ടൈം നോക്കുമ്പോൾ 3 മണി. ഞാൻ പിന്നെ അത് അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ രാവിലെ ഇരുന്നിട്ടാണ് ബാക്കി റെക്കോർഡ് ചെയ്യണത്. അങ്ങനെ നമ്മൾ വീട് ഏകദേശം ഈ ഒരു ലുക്കിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. മുമ്പത്തേക്കാൾ ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ആയിട്ടൊരു റൂഫും അതുപോലെ തന്നെ അവിടെ ആയിട്ടൊരു റൂഫ് വരാനുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള സാധനം അത് വന്നാൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലം കാണും. എന്നിട്ട് കുറച്ച് ഡിസൈനിങ് പരിപാടിയും ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സാൻഡ് കളക്ട് ചെയ്തിട്ട് കുറച്ച് ഗ്ലാസ് ഒക്കെ നമ്മൾ സൂപ്പർ സ്മെൽറ്ററിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഏകദേശം 4.5 സ്റ്റാക്കിന്റെ അടുത്ത് സാൻഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പർ സ്മെൽറ്ററിൽ കൊണ്ടുപോയിട്ട് ഉരുക്കാം. അങ്ങനെ നമുക്ക് സൂപ്പർ സ്മെൽറ്ററിന് ഇത് ഇത്രത്തോളം ഗ്ലാസ് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാം എടുത്തിട്ട് നേരെ നമ്മളെ പുതിയ ബേസിൽ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ഗ്ലാസ് വെച്ചാലേ നമുക്ക് അതിന്റെ ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാനാണെങ്കിൽ താഴത്തെ സൈഡ് മൊത്തം ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് വെക്കാനുള്ളത് മുകളിലാണ്. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലത്ത് നമുക്ക് ഗ്ലാസ് വെച്ച് കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഹോൾസ് ഒക്കെ നമുക്ക് മൂടിയെടുക്കാനും ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു റൂഫും സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ
ഫസ്റ്റ് ഫ്ലോർ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവൂ. അപ്പൊ ഇതിന്റെ പുറത്തുനിന്നുള്ള ലുക്ക് കണ്ടോ? ഇത് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു വീടാണ്. അത് ഞാൻ സ്വന്തമായിട്ട് എന്റേതായ ഒരു രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടില്ല. അങ്ങനെ നമ്മളെ സെക്കൻഡ് ഫ്ലോറിന്റെ മൊത്തം പണിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മോബ്സ് ആണ്. നമുക്കിപ്പോ ഇവിടെ ടോർച്ച് വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊന്നും നേരത്തെ ജനൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളും താഴത്തെ പണിയാണ്. മോളിലത്തെ പണി മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി മൊത്തം താഴെയാണ്. ഇവിടെ ഡോറ് വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂഫ് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെയും റൂഫ് സെറ്റ് ചെയ്യാനുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വീടിന്റെ ലെങ്ത് കൂടിയെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു വീട്ടിന്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ഞാൻ ഇമേജിൽ കണ്ട വീട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ട്യൂട്ടോറിയൽ നോക്കാണ്ട്. അയ്യോ, ഇതെന്തായാലും നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഓക്കിന്റെ ലീവ്സ് ഇല്ലേ, ഇത് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടി ലുക്ക് ആവും. കണ്ടോ, ഞാൻ ലീവ്സ് വെച്ചിട്ടാകുമ്പോൾ ഇപ്പൊ ഒന്ന് കാണാൻ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലീവ്സിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ട്രാപ്പ് ഡോർ വെക്കാനുണ്ട്. പക്ഷെ ഞാൻ അത് വെക്കുന്നില്ല. അത് പിന്നെ നമുക്ക് വെക്കാം. കാരണം അതും കൂടി വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ ആവും, മൊത്തത്തിൽ കാപ്പി കളറായിട്ട്. ഇനി ഇവിടെ പാത്തൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ ഭാഗവും സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് ഇതിന്റെ ഇന്റീരിയർ സെറ്റ് ചെയ്യാൻ ഒരു ചെറിയ ഐഡിയ തരണം കേട്ടോ. എന്തൊക്കെ വേണം ഇതിന്റെ അകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ ഐഡിയ തരണം. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഗോളും കരികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.